ഇദ്ദേഹത്തെ ഒരു സൈക്കോപാത്ത് എന്ന് വിശേഷിപ്പിക്കാനാകുമോ, അങ്ങനെ പറയാനാകുമോ? അല്ല, അത് പൊതുവേ ഒരു തെറ്റിദ്ധാരണ വെച്ച് പറയുന്നൊരു പദമാണ്. പല പദങ്ങളും അങ്ങനെയാണ്. നമ്മൾ ഈ സൈക്കോപാത്ത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിത്വ വൈകല്യത്തെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ പൊതുവേ ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ആളിനെയാണ് നമ്മൾ സൈക്കോപ്പത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഈ സൈക്കോസിസ് അഥവാ ചിത്തഭ്രമം എന്നൊരു വാക്കുള്ളത് കൊണ്ട് അതുമായി ചിത്തഭ്രമവുമായി ബന്ധപ്പെട്ട തീവ്ര മനോരോഗവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണെന്നുള്ള പൊതുവെ ഒരു തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിലുണ്ട്. നമ്മൾ സൈക്കോപ്പതി അഥവാ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം എന്ന് പറഞ്ഞാൽ അതുള്ള ആൾക്കാർക്ക് നിയമവ്യവസ്ഥയോട് യാതൊരു ആദരവും ഉണ്ടാവില്ല. തുടർച്ചയായി നിയമം ലംഘിക്കുന്നവരായിരിക്കും. എന്ത് കുറ്റകൃത്യവും യാതൊരു മടിയും കൂടാതെ ചെയ്യുന്നവരായിരിക്കും. അവർക്ക് ഈ പശ്ചാത്താപം അഥവാ റിമോഴ്സ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ഇവർ പൊതുവെ നമ്മൾ ഈ പോലീസിൻ്റെയൊക്കെ KD ലിസ്റ്റിലുള്ള ചില ആൾക്കാരുടെ ഒരു ഡിസ്ക്രിപ്ഷനുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേൾക്കും. അതായത് ഈ ഒരു കുറ്റകൃത്യമൊക്കെ ചെയ്യാനായി യാതൊരു മടിയുമില്ലാത്തവർ, ഒരു ദയയുമില്ലാതെ ധാരാളം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ, അനുതാപത്തിൻ്റെ കണിക പോലും ഇല്ലാത്തവർ. നമ്മളിപ്പോൾ ഈ ചില കേസുകളിലൊക്കെ തന്നെ അതിക്രൂരമായ കൊലപാതകം ചെയ്യുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അത് ചിലവരത് ലഹരിയുടെ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. അല്ലാത്ത അതിക്രൂരമായ കാര്യം ചെയ്യുന്ന, സമൂഹത്തിലെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കാത്ത, എന്ത് ക്രൂരപ്രവൃത്തിയും ചെയ്യുന്ന അത്തരത്തിലുള്ള ആൾക്കാരെ അവരുടെ ഒരു മാനസിക നിലയെ നമ്മൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും സാമൂഹ്യവിരുദ്ധ വ്യക്തിത്വ വൈകല്യം എന്ന് പറയും. അത്തരത്തിലുള്ളവരെ നമ്മൾ പണ്ട് കാലത്ത് സൈക്കോപത്ത് എന്ന് വിളിച്ചിരുന്നത്. അതിനെയാണ് നമ്മൾ ഇതുമായി യഥാർത്ഥത്തിൽ അതൊരു കൺഫ്യൂഷനാണ്.